നിങ്ങൾ അറിഞ്ഞുകൂടരെ ബഹുമാനപ്പെട്ട രാഹുൽ ഈശ്വർ മുസ്ലിമായി. നിങ്ങൾ ഞെട്ടിട്ടുണ്ടാവൂലേ? ഞെട്ടണ്ട. പുറംലോക ഈ വാർത്ത അറിഞ്ഞിട്ടില്ല. പുറംലോകം അറിഞ്ഞിട്ടില്ലെന്ന് മാത്രമല്ല, ബഹുമാനപ്പെട്ട രാഹുൽ ഈശ്വർ പോലും ഈ വാർത്ത അറിഞ്ഞിട്ടില്ല. കാരണം എന്തുകൊണ്ടാ? രാഹുൽ ഈശ്വർ മുസ്ലിം ആയതല്ല, രാഹുൽ ഈശ്വറിനെ മുസ്ലിം ആക്കിയതാണ്. എങ്ങനെ മുസ്ലിം ആക്കി എന്ന് ചോദിച്ചാൽ നമ്മൾ അത്ഭുതപ്പെട്ടു. നിങ്ങൾ ഈ സംഭവം ഒന്ന് കേട്ടു നോക്കി. ഒരു മുസ്ലിം അല്ലാത്തൊരു വ്യക്തിനെ അവർ കൂട്ടാറ് പോലുമില്ല. പക്ഷേ അപ്പോഴും അവർ ഈ രാഹുൽ ഈശ്വറിനെ പോലെയുള്ളവരെ കൂട്ടുന്നു. ഇനി ഇയാൾ ശരിക്കും ഹിന്ദു ആണോ അതോ ഇതിനകം തന്നെ ഇസ്ലാം മതം സ്വീകരിച്ചോ എന്ന തരത്തിൽ പോലും ആളുകൾ ചോദിക്കുന്നുണ്ട്. കാരണം നമ്മളൊക്കെ സാധാരണഗതിയിൽ മുഹമ്മദ് നബി എന്നിങ്ങനെ പറഞ്ഞു പോവുകയാണെങ്കിൽ ഇയാൾ മുഹമ്മദ് നബി എന്നല്ല പറയുന്നത്, ഇയാൾ മുഹമ്മദ് സലല്ലാഹു വസൈ അങ്ങനെ കൊണ്ടല്ലോ ഒരു കുറെ നീട്ടി ഇങ്ങനെ പറയുന്ന ഒരു രീതി ഉണ്ടല്ലോ മുഴുവൻ പേരായിട്ട്. നമുക്കറിയില്ല. ഭക്തവത്സല എങ്ങോട്ടാ നീ പോണത്? സല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാത്മാക്കളുടെ പേര് പറയുമ്പോൾ ആദരസൂചകം എന്നുള്ള ഇത്തരം വാചകങ്ങൾ പറയണമെങ്കിൽ ഹൃദയം ശുദ്ധിയായിരിക്കണം. മുഹമ്മദ് നബിയുടെ പേര് കേട്ടപ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞ ബഹുമാനപ്പെട്ട രാഹുൽ ഈശ്വർ മുസ്ലിം ആയെങ്കിൽ ഒന്നാം തരം മേത്തൻ ഇയാളല്ലേ? ഇയാളെ ആരും മുസ്ലിം ആക്കിയില്ലല്ലോ. മുസ്ലിമാന്ന് പറയാൻ മുസ്ലിമാവൂ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലത്തിന്റെ പ്രബോധനങ്ങൾ അതേപടി അംഗീകരിച്ചുകൊണ്ട് يا ساتر يا